പാറത്തോട് 12-ാം വാർഡിലെ കിഡ്നി രോഗിയായ സിജിമോൻ ജോസഫിന് വേണ്ടി പാറത്തോട് പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ച ഫണ്ട് ഇന്നിവിടെ ആ കുടുംബത്തിന് ഞങ്ങളിവിടെ കൈമാറിയിരിക്കുകയാണ്. ഇത് തികച്ചും സുതാര്യമായിട്ട് തന്ന ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ സഹകരിച്ച എല്ലാവരുടെയും ലിസ്റ്റുകൾ, A to Z ആൾക്കാരുടെ ലിസ്റ്റുകൾ ഞങ്ങളിതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബൈ ചാൻസിൽ ആ കുടുംബത്തിലേക്ക് ഗൂഗിൾ പേ വല്ലോ അതിൽ അക്കൗണ്ട് പേ വല്ലോ ചെയ്ത ആൾക്കാരുടെ മാത്രമേ ഇതിൽ വിട്ടുപോകാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാവരുടെയും ലിസ്റ്റ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ആവശ്യമായിട്ട് പലരെയും സമീപിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് ഉത്തരം മുട്ടുകയാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ ആവർത്തിക്കാതെ നമുക്കൊരു സഹായഹസ്തമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തികച്ചും സുതാര്യമായിരിക്കണം ഇതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ആ കുടുംബത്തിന് വേണ്ടി ഈ മുഴുവൻ തുകയും കൈമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ ഇന്ന് ഞങ്ങൾ ഇത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് സഹകരിച്ച എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പാറത്തോട് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ താമസിക്കുന്ന സിജിമോൻ ജോസഫ് എന്ന ആളിന് വേണ്ടി 2016 കിഡ്നി രോഗം കണ്ടുപിടിക്കുകയും കിഡ്നി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതേ തുടർന്ന് നാട്ടുകാർ സുമനസ്സുകളുടെ സഹായം തേടാൻ വേണ്ടി കഴിഞ്ഞ 28-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ നടത്തിയ പിരിവിൽ ഒത്തിരി എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ സഹകരിക്കുകയുണ്ടായി. ഓരോ വാർഡുകൾ വിവിധ സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞ് തികച്ചും സുതാര്യമായി തന്നെ പിരിവെടുക്കുകയും അതിനായിട്ട് രസീത് കുറ്റി അടിച്ച് പൈസ തന്നവർക്ക് രസീതോടുകൂടി ഞങ്ങൾ പൈസ കളക്ട് ചെയ്യുകയും തുടർന്ന് അത് തന്നിരിക്കുന്ന എല്ലാവരുടെയും ലിസ്റ്റാക്കി ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആർക്കും ഒരു സംശയം ഉണ്ടാകത്തക്ക രീതിയിൽ നേരിട്ട് ഞങ്ങൾ ജനങ്ങളിൽ ഈ ലിസ്റ്റ് ഞങ്ങൾ എത്തിക്കുന്നതുമാണ്. മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. എല്ലാവരും ഇതിനായിട്ട് നല്ലോണം ഒരു സഹകരണം ഉണ്ടായി. കാരികുളം പള്ളിയിലെ അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ഇത് എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. അച്ഛൻ ഇവിടെ വരാൻ പറ്റിയില്ല. അച്ഛന് എല്ലാവിധ സഹകരണവും എല്ലാവിധ ആശീർവാദവും ഉണ്ടായിരിക്കുമെന്ന് അച്ഛൻ അറിയിക്കുകയും ചെയ്തു. അതുപോലെ പള്ളിയിലെ അച്ഛനും അതുപോലെ തൊട്ടടുത്തുള്ള പൂമറ്റം പള്ളിയിലെ അച്ഛന് അതുപോലെ നമ്മുടെ തിരുമേനിയെ മറ്റേ ജുമ മസ്ജിദിലെ ഇമാമ എല്ലാം പ്രത്യേകം നമ്മളോട് സഹകരിക്കുകയുണ്ടായി. എല്ലാം ഇതിൻ്റെ തുക മുഴുവനും നമ്മൾ ഇന്ന് അവരിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച 28-ാം തീയതി ഞായറാഴ്ചയാണ് പ്രിയപ്പെട്ട സിജിമോൻ ജോസഫിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂവപ്പള്ളി, കൂരന്തൂക്ക്, കുളപ്പുറം മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 3 വാർഡുകളിലായിട്ട് ഒരു പിരിവിന് ഞങ്ങൾ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഇറങ്ങുവാനിടയായത്. ഏതാണ്ടൊരു 3 മാസക്കാലം മുമ്പ് തൊട്ട് തന്നെ ഈ ഒരു പിരിവുമായിട്ട് ബന്ധപ്പെട്ട് ആലോചനയുണ്ടായിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ വരികയായിരുന്നു. ഈ കഴിഞ്ഞ 26-ാം തീയതി സിജിമോൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. അതിനുശേഷം 8 ലക്ഷം രൂപയോളം അവർക്ക് സമാഹരിക്കേണ്ടതായിട്ട് വന്നു. തീരെ നിർധനരായ ആ കുടുംബത്തിന് ആ തുക സമാഹരിക്കാനായിട്ട് സാധ്യമല്ലായിരുന്ന സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട ടോമിച്ചേട്ടനും നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് സണ്ണി സാറ്, മേനാന്തുണ്ടൻ ജെയിംസ് ചേട്ടന് അടക്കമുള്ളവരെ നമ്മളുമായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ 3 വാർഡ് മെമ്പർമാരും കൂടെ കൂടിച്ചേർന്ന് ഈ കുളപ്പുറം, കാരികുളം, കൂരന്തൂക്ക്, കൂവപ്പള്ളി മേഖലകളിലുള്ള സന്നദ്ധ പ്രവർത്തകരെയും കുടുംബശ്രീ പ്രവർത്തകരെയും ചെറുപ്പക്കാരെയും എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച 9 മണി മുതൽ തുടങ്ങിയ ഞങ്ങളുടെ ആ സംഭാവന സമാഹരണം ഏകദേശം 8 മണി വരെ നീളുകയുണ്ടായി. തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഉണ്ടായത്. നമ്മളോടൊപ്പം ഉള്ള ഒരു സഹജീവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു ആപത്ഘട്ടം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് അറിയാവുന്ന നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കുകയുണ്ടായി. ഇതിനകത്ത് നമ്മൾ ഈ രീതിയിൽ ചെക്ക് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പല ആളുകളും നമ്മുടെ സന്നദ്ധ പ്രവർത്തകരെ തിരിച്ചു വന്നപ്പോൾ പറയുകയുണ്ടായി, ചില വീടുകളിലും അല്ല ചില ആളുകളെയൊക്കെ സമീപിച്ചപ്പോൾ നിങ്ങൾ ഈ പിരിവെടുക്കുന്ന തുക കൃത്യമായിട്ട് ഈ ആളിൻ്റെ കൈകളിൽ എത്തുമെന്ന് എന്താണ് ഉറപ്പ് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുകയുണ്ടായി. നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ തീർച്ചയായിട്ടും നമ്മളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൃത്യമായിട്ട് സുതാര്യമായ രീതിയിൽ വേണ്ട കണക്കുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട്
കണക്ക് ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇത് കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് എടുത്ത് ആളുകൾക്ക് നൽകുവാനും അതുപോലെ തന്നെ ഇത് പ്രദർശിപ്പിക്കുവാനും തീരുമാനിച്ചത്. ഈ സംരംഭത്തോട് സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാ ഈ കൂവപ്പള്ളി, കൂരന്തോക്ക്, കാരികുളം മേഖലകളുടെയും അതുപോലെ കുളപ്പുറം മേഖലകളുടെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പറും ഒക്കെ നൽകിയപ്പോൾ അവർക്ക് അക്കൗണ്ട് വഴി പണം നൽകി സഹായിച്ച എല്ലാവർക്കും ഉള്ള നന്ദി അവസരത്തിൽ അറിയിക്കുകയും അതോടൊപ്പം ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അകവഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്ന അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. സിജുമോനെയും അതുപോലെ സിജുമോൻ്റെ വീട്ടുകാരെയും ഈ സഹായിച്ച എല്ലാവർക്കും അവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കൺവീനർ കൂടിയായ ടോമിച്ചേട്ടന് 2 വാക്ക് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പാറത്തോട് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ താമസിക്കുന്ന സിജുമോന് കഴിഞ്ഞ 26-ാം തീയതി മാർസേവ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും അതിലേക്ക് ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്താൻ ഇതുവരെ സാധിക്കുകയും ചെയ്യാതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ശസ്ത്രക്രിയ വരെ നടക്കുന്നത്. അപ്പോൾ അത് പഞ്ചായത്തിലെ 10, 11, 12, 3 വാർഡിൽ ഇറങ്ങി കൂട്ടായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒത്തൊരുമിച്ച് മെയ്യൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ നമുക്ക് 3,79,186 രൂപ ചെലവ് നീക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഈ 3 വാർഡിലെ ഓരോ വാർഡിലെ മെമ്പർ പിരിച്ച പണം അവർക്ക് എല്ലാത്തിനും രസീത് നമ്പർ കൂട്ടി നമ്മൾ പ്രിൻ്റ് എടുത്ത് കണക്കെല്ലാം ഉണ്ടാക്കി ഓഡിറ്റ് ചെയ്യാനും എല്ലാവരെയും എല്ലാ വാർഡിലും എത്തിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ കോപ്പി ഞാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ്, ബാങ്കിൽ, നമ്മുടെ വായനശാല, വില്ലേജ് ഓഫീസ് ഇങ്ങനെ കൊടുക്കുക. കാരണം ഇതിനകത്തൊരു അഴിമതി നാളെ ഉണ്ടാകാൻ പാടില്ല. അതിലൊരു അലിയേഷൻ നമുക്ക് ഉണ്ടാവാം. ഞങ്ങളിതിനകത്ത് 100% സത്യസന്ധമായി ഞങ്ങൾ പ്രവർത്തിച്ചു. നാളെ ഇതിൻ്റെ ബാക്കി പൈസ എന്ന അല്ല ചോദ്യം ഉണ്ടാവരുത്. നമുക്ക് മുട്ടിയിടത്തോളം പണം ഞങ്ങളുടെ കയ്യിൽ നിന്നൂടെ കാശ് മുടക്കിയാണ് ഞങ്ങൾ ഇതിൻ്റെ ചിലവ് 10,000 രൂപ ഞങ്ങൾ ചിലവ് എടുത്തിട്ടുള്ളൂ. 10,000 രൂപ അതായത് റിസിപ്റ്റ് അടിച്ചതിൻ്റെയും ഫ്ലെക്സിൻ്റെയും ബാക്കി ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ദിവസത്തെ ഓട്ടത്തിൻ്റെയും വണ്ടിയുടെ കാശ് ഒന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കി ഭക്ഷണം ആണെങ്കിൽ എല്ലാം ഞങ്ങളുടെ സ്വന്തം ചിലവിൽ കയ്യിൽ നിന്നെടുത്ത് നമ്മുടെ സഹോദരന് അല്ല നമ്മുടെ മകന് ആണ് ഇത് സംഭവിച്ചത് എന്ന ഒരു കണക്കുകൂടലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇതിന് പ്രവർത്തിച്ച എല്ലാ 3 വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അവർക്ക് ഈ കണക്ക് ലിസ്റ്റ് വായിച്ച് നിങ്ങൾ കൊടുത്ത പണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തണം. ഇല്ല എങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണം. കാരണം നമുക്ക് നാളെ ഇതൊരു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടൊന്നും പിടിച്ചിട്ടില്ല. ഗൂഗിൾ പേ ചെയ്യേണ്ട അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തവരുണ്ട്. അങ്ങനെ ഉള്ളതൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ കണക്കിൽ വന്ന് കാണത്തില്ല. അത് അവരുടെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ചെന്നിട്ടുണ്ട്. എങ്കിലും അത് ചെന്നിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു. എങ്കിലും അത് ഇനി 2.5 ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിലേ അവർക്ക് 8 ലക്ഷം രൂപ തികയ്ക്കാൻ പറ്റുള്ളൂ. അതിന് തുടർ ചികിത്സയ്ക്കാണെങ്കിലും പണം വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്ന പണം നല്ല രീതിയിൽ ഒരു നന്മയായി നമ്മുടെ എല്ലാം പ്രവർത്തനം എന്ന് പറയുന്നത് ഫ്ലെക്സ് അടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ബോർഡ് അടിച്ച് വെക്കുകയോ അല്ല. നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഇവിടെയുള്ള നമ്മൾ 3 വാർഡിൽ ഇറങ്ങി 3 വാർഡിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഫ്ലെക്സ് ബോർഡ് വരണം. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തി അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതാണ് നമുക്ക് ഫ്ലെക്സ് അടിച്ച് എനിക്കൊരു പേരുണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളെ സ്വീകരിക്കും. മനസ്സിലേക്ക് അവരുടെ മനസ്സിൽ നമ്മൾ പതിയും. നമ്മുടെ ഫ്ലെക്സ് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പതിയും. അങ്ങനെ പതിയുകയും നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് നാളേ ഉള്ളൂ. നമുക്ക് ഭൂമിയിൽ തമ്പുരാൻ തന്ന ആരോഗ്യവും ആയുസ്സും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കോ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൗത്യം പൂർത്തീകരിക്കുന്നത്. ഒരിക്കൽ കൂടി ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് സണ്ണി സാർ ഒരു വാക്ക്. അദ്ദേഹം ഒത്തിരി കൂടെ ഞങ്ങളുടെ ആദ്യകാലം മുതലേ തുടക്കം മുതലേ ഞങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആളാണ്. 10, 11, 12 വാർഡുകളിലെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ടോമിച്ചേട്ടനും കൂടി ചേർന്നപ്പോൾ ഈ സമാഹരണം സിജുമോന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ജനങ്ങളിൽ നിന്നും വലിയ തോതിലാണ് നമുക്ക് ലഭിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ഭവനങ്ങളും തന്നെ സന്ദർശിച്ച് അവർ പരമാവധി തുക കളക്ട് ചെയ്യാൻ വീടുകളിൽ നിന്ന് നല്ല മനസ്സോടെ തന്ന ആ പൈസകൾ സ്വീകരിച്ചാണ് ഇത്രയും വലിയൊരു തുക സമാഹരിച്ചത്. 3 മെമ്പർമാർക്കും ടോമിച്ചേട്ടനും അവരോടൊപ്പം പിന്നണിയിൽ ഒരുപാട് പേര് സഹായത്തിനുണ്ടായിരുന്നു. വീടുകൾ തോറും കയറി ഇറങ്ങുന്നതിനുണ്ടായിരുന്നു. അവർക്കെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു.